ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. കാണുമ്പോൾ അത് ഫുള്ളായിട്ട് കാണാനും ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് എന്നല്ല രാവിലെ ഭയങ്കര തിരക്കാണ് ഈ കാരമല്ല. കുട്ടികൾ പോകുമ്പോൾ ഇതിന് എളുപ്പം പണികളൊക്കെ തീർക്കണം എന്നുള്ളതാണ് ഈ കാരം. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിൽക്കില്ല കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും എടുത്തുവെച്ച വീഡിയോ ഉണ്ടെങ്കിലോ അത് എഡിറ്റ് ചെയ്തിട്ട് ഇടാനൊക്കെ ആണെങ്കിൽ നല്ല മടിയാണ്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മളിതാ രാവിലെ ചായയുടെ കഴിഞ്ഞിങ്ങാണ്ട് ദോശ ചെയ്യുന്നു കേട്ടോ. കലക്കി പറഞ്ഞ ദോശ ഉണ്ടല്ലോ, അത് മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കല്ല തിളച്ചപ്പോൾ ഈ കറിയൊക്കെ തീമിട്ട് എടുത്തിട്ടുണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് കറിക്ക് കിട്ടിയിട്ടുള്ളത് മാന്തളാണ്. അപ്പോൾ അത് വലിയ മാന്തളാണ് കേട്ടോ. അപ്പോൾ ഇത് തേങ്ങ മുളകരച്ച് കറിയൊക്കെ നല്ലൊരു പൂതി മാന്തളുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മീനാണ് കേട്ടോ മാന്തൾ. വലിയ മാന്തളാണ്. അപ്പോൾ ഈ വലിയ മാന്തളാകുമ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡ് ഉണ്ടല്ലോ ഒരു രോമം പോലെ അതുകൊണ്ട് കളയും കേട്ടോ. അപ്പോൾ കത്രയായിട്ടൊക്കെ അവർക്ക് ഒന്നിന് വെട്ടിയെടുത്ത് അതിനെ തോലൊക്കെ ചീന്തിയെടുത്ത് ഇങ്ങനെ 3 കഷ്ണമാക്കിയിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് നന്നാക്കി എടുത്തതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പിട്ട് കാണുന്നു വരതിയിട്ടാണ് കഴുകിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് അതിൻ്റെ അഴുക്കൊക്കെ കൊണ്ട് പോകാനൊക്കെ നല്ലതാണ് കേട്ടോ. ഈ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഏത് മീനാണെങ്കിലും ഉപ്പിട്ടൊന്നും അരച്ചിക്കാണ്ട് കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ മീനൊക്കെ നന്നാക്കിയാണ്ട് വെച്ചിക്കാണ്ട് ഞാൻ തേങ്ങ ചിരകി വെച്ചിരുന്നു. അപ്പോൾ അത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയിൽ മഞ്ഞളും മുളക് പൊടിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലയും വലിയ ജീരകമൊക്കെ ചേർത്തിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് തേങ്ങാണ്ട് അരച്ച് വെച്ച സമാധാനമാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആവശ്യം നേരത്ത് കറണ്ട് ഉണ്ടാവില്ല. അങ്ങനെയാണ് ഈ കാര്യം. അല്ലെങ്കിൽ കറണ്ട് പോകില്ല. അപ്പോൾ ചോറൊക്കെ വെന്തിട്ട് ഊറ്റിയിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തീയൊക്കെ കെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് വെന്തപ്പോൾ. പിന്നെ ഒക്കെ എളുപ്പമുണ്ട് ഊറ്റി വെച്ചിങ്ങാണ്ട് ഞാൻ മീനൊക്കെ കട്ട് ചെയ്യാൻ പോയതായിരുന്നു. പിന്നെ ഞാൻ ചോറ് ഒന്ന് വെള്ളം വറ്റിച്ച് ഒന്ന് പൊട്ടിച്ചെടുത്തുകാണ്ട് പിന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ തീ ഇപ്പം 2 ദിവസമായിട്ട് നല്ല മഴയൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീയൊക്കെ ഒന്ന് കത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ അടുപ്പത്ത് തന്നെ വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിൽ ഒന്നും കൂടി രുചി ഉണ്ടാവും. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചിലർ കടുകൊക്കെ ഇടും. അപ്പോൾ ഞാൻ മീൻ കറിയിൽ കടുക് ഇടലില്ല കേട്ടോ. അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കടുക് ഇടാം. അപ്പോൾ ഇതാ ഞാനേക്ക് കുറച്ച് സവാള ഇട്ടാൽ നമ്മൾ ഈ ചെറിയ ഉള്ളിയൊക്കെ എടുക്കൂലേ അത്രയ്ക്കും സവാള ഇട്ടാൽ അല്ലാതെ കൂടുതലൊന്നും പാടില്ല കേട്ടോ. നമ്മൾ ഒരു 2-3-4 ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കില്ല അതുപോലെയുള്ള കേട്ടോ. പിന്നെ സവാളയുടെ എടുത്തതെന്ന് മാത്രം 2 പച്ചമുളകും പിന്നെ അതുപോലെ അതും കൂടി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കണ്ട് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് ഞാനൊരു 1/2 സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കേട്ടോ തക്കാളി ഇട്ട് കൊടുത്ത് ഒരു ചെറിയ തക്കാളിയും കൂടി ഇട്ടിക്കാണ്ട് ഒന്നും കണ്ട് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് ഒന്നും കണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറി വെച്ചാൽ നല്ല രുചിയാണ് കേട്ടോ കറിക്ക്. അപ്പോൾ ഇതാ തേങ്ങ അരച്ചതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുളക് പൊടി ഉണ്ടല്ലോ ആദ്യം എണ്ണയിലൊന്നും ഇട്ട് മൂപ്പിച്ചില്ല. അപ്പോൾ കറി നല്ലൊരു കളറാണ് ഈ കറി. പിന്നെ ഈ തേങ്ങ അരച്ചതും കൂടി ഒന്നും കണ്ട് ഒഴിച്ചെടുത്തുങ്ങാണ്ട് നമ്മളൊന്നും കണ്ട് തിളച്ച് വരുമ്പോൾ പിന്നെ വെള്ളം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ച ഒരു ചുവ ഉണ്ടല്ലോ അതും കണ്ട് എണ്ണയിലൊന്നും കണ്ട് മൂക്കുമ്പോൾ ഒന്ന് മാറി കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ അതിലേക്കുള്ള വെള്ളം കൂടി മിക്സിൻ്റെ ജാറ് ചുവറ്റിക്കാണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പുളിയായിട്ട് ഞാൻ കുടംപുളിയായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ കുടംപുളി ഇട്ടിട്ടുണ്ട് മീൻ മുളകിടലും മീൻ കറിയൊക്കെ ഉണ്ടാക്കല്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ മത്തിയൊക്കെ മുളകിട്ടപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ കുടംപുളി ഇട്ടിട്ട്. പിന്നെ അന്നൊന്നും വീഡിയോ എടുക്കാൻ നിൽക്കണില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എളുപ്പം രാവിലെ കൊണ്ട് ഉണ്ടാക്കും. പിന്നെ കടിക്കും ചോർക്കും കൂടി ചിലപ്പോൾ രാവിലെയൊക്കെ കറി വെക്കലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് ഈ കാര്യം. പിന്നെ ഞാൻ അതിലേക്കുള്ള ഉപ്പും കൂടി ഇട്ടുകൊണ്ട് ഒന്നും കണ്ട് മൂടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തിളക്കെ വരുന്ന സമയത്ത് തന്നെ മീനിട്ട് കൊടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള കറിയാണ് ഇട്ടത്. അപ്പോൾ മാന്തളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വേവുമല്ലേ. ഒരു 2 തിള തിളച്ചാൽ മതി കേട്ടോ. എന്നാൽ പിന്നെ നമ്മൾ ഈ മൺചട്ടിയായ കാരണം തന്നെ പിന്നെ അതിൽ കിടന്ന് കാണ്ട് പിന്നെ ഇങ്ങനെ തിളക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനൊക്കെ നല്ല പാകത്തെ വേവായി കിട്ടും. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്നും കണ്ട് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഒന്നും കണ്ട് മൂടി വെച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഒരു തിള വന്നിട്ടുണ്ട്. പിന്നെ ഒരു തിളയും കൂടി ആകുമ്പോൾ നമുക്ക് ഇറക്കിയിട്ട് വെക്കട്ടോ. അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള നമ്മളെ മാന്തൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ആദ്യം ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അത്. അപ്പോൾ ഒന്നും വേടിയെടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ചക്കക്കുരൊക്കെ തൊലിച്ച് കുക്കറിലിട്ട് വേവിച്ചിക്കാണ്ട് പിന്നെ കുറച്ച് ചീര ഉണ്ടായിരുന്നു അതും കൂടി ഇട്ടുകാണ്ട് പിന്നെ കടുകൊക്കെ വറുത്ത് അതിക്ക് വറ്റൽ മുളകൊക്കെ ഇട്ട് വറവിട്ട് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ ഉപ്പേരി. അപ്പോൾ ചീരയും ചക്കക്കുരും ഉപ്പേരി കേട്ടോ. അപ്പം ഞാൻ ചായ കുടി എന്താ പറയുക കടി ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. പിന്നെ അതാ നമ്മളെ മീനൊക്കെ കായം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ കായം തേച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ അതുപോലെ കുറച്ച് സുർക്ക കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ കൂടെ തേച്ചിട്ട് നല്ല കായം തേച്ച് നല്ലൊരു സ്മെല്ല്.
അപ്പോൾ അതൊക്കെ കൂടി ചേർത്തുകൊണ്ട് കായം തേച്ചത് ഒന്നും കൊണ്ട് പൊരിച്ചെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. പുതിയ മീനായതുകൊണ്ട് തന്നെ നല്ല രുചി ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്യണൊരു പണിക്ക് ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും പുതിയതൊക്കെ എന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ എന്ത് സാധനം ഇട്ടാലും നമുക്ക് അത്ര തന്നെ രുചി ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഞാൻ ഈ മീൻ പൊരിച്ചത് പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ നമ്മൾക്ക് മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. മസാല തേച്ച് കണ്ട് അവിടെ വെച്ചതായിരുന്നു. അപ്പം ഇനി ചോറ് കഴിക്കാനായിട്ട് അടിപൊളിയിൽ ഉപ്പേരും ഞാൻ മീനും. അപ്പോൾ ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ആകുമ്പോൾ ഇഷ്ടപ്പെട്ട കറിയാകുമ്പോൾ എളുപ്പം ചോറ് നല്ല ഇൻട്രസ്റ്റാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.